ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കാൻ. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റലിയിലെ ബാക്കി വീഡിയോ കേട്ടോ വരുന്നത്. ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നിർത്തും, കാരണം എൻ്റെ അധികം ക്ലിപ്സും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും പോയാൽ അവിടെ കംഫർട്ടബിൾ ആണെങ്കിലേ ഞാൻ വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വയ്യാതെയായി. ഇത്രയും ദിവസം ഒരു യാത്ര ആയതുകൊണ്ട്, പിന്നെ അതിൻ്റെ കൂടെ മഴയും കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരുടെ ഒരു രീതിയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പോയിട്ട് ഇറ്റലിയിലോട്ട് പോകുന്നവർക്കറിയാം അവിടുത്തെ ഒരു വ്യത്യാസം തന്നെ. അപ്പോൾ അതുകൊണ്ടൊക്കെ വീഡിയോസൊക്കെ ഒരുപാടൊന്നും എനിക്ക് കണ്ടിന്യൂസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മിലാനോ എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ, മിലൻ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇറങ്ങിയത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ലഗേജ് എവിടെയെങ്കിലും വെച്ചിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടുത്തെ രീതിയും വേറൊരു രീതി, സ്വിറ്റ്സർലാൻഡിൻ്റെ പോലെ അത്ര സേഫായിട്ടുള്ളൊരു രാജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജ് സ്റ്റോറേജ് വെളിയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് നോക്കി അതിനുവേണ്ടി നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോവാം കേട്ടോ. അപ്പം നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. ഈ വെളിയിലുള്ള ലഗേജ് സ്റ്റോർ റൂമിലൊക്കെ പോകുമ്പം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടന്ന്, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രത്തോളം ആൾക്കാർ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും സ്റ്റേഷനിൽ ഒന്നെങ്കിൽ സ്റ്റേഷനകത്ത് കാണും, സ്റ്റേഷനകത്തുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റേഷനകത്ത് തന്നെ വന്നു. ആദ്യം ഞങ്ങൾ ഇവിടെ ക്യൂ നിന്നത് കേട്ടോ. കീ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനകത്ത് തന്നെ ഉണ്ട്. അവിടെ വെക്കാം, അവിടെ സേഫായിട്ട് ഇരുന്നോളും. അപ്പം ഞങ്ങൾ അവിടെ വലിയൊരു ക്യൂ ആയതുകൊണ്ട് വെളിയിൽ വെക്കാമെന്ന് പറഞ്ഞാൽ കുറേ നടന്നപ്പോൾ അവിടെയും സ്ഥലമില്ല കേട്ടോ. അവിടെ ടൈമും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത്ര നമ്മൾ വെക്കുന്ന ടൈമിനനുസരിച്ചാട്ടോ പൈസയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ ലഗേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ലഗേജ് മാത്രം കയ്യിലെടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. പറഞ്ഞു പെട്ടത് വഴി അറിയാതെ സാണ്ടോണാട്ടോ എവിടെയാണോ ഇങ്ങനെ നിൽക്കുകയാണ്. ആകപ്പാടപ്പെട്ടു ഗായ്സ്. ബാക്കിലെ ചേട്ടൻ വീഡിയോ നോക്കിയൊന്നും ചിരിക്കുന്നത് എന്തിനാണോ എന്തോ. നമ്മൾ മിലാനോയിൽ ഇറങ്ങി മിലാനോയിൽ ഇറങ്ങി നമ്മൾ. എന്നിട്ട് അവിടുന്ന് നമ്മൾ മെട്രോ പിടിച്ച് സൊണ്ടാരു എന്നൊരു സ്ഥലത്തെത്തി. അവിടുന്ന് സാൻ ഡൊണാട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകാൻ നിൽക്കാം. എന്താ ചെയ്യേണ്ടതെന്നും ഒന്നും അറിയത്തില്ല. എവിടെയെങ്കിലും അപ്പോൾ നമ്മൾ എത്തുമായിരിക്കും. ഭൂമി വരുന്നുണ്ടല്ലേ. സ്വിറ്റ്സർലാൻഡിൽ ചെന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ഇവിടെ കേട്ടോ. ഗൂഗിൾ മാപ്പിൽ പോലും വഴി കറക്റ്റ് കാണിക്കുന്നില്ല. അതുപോലെ ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ് സ്റ്റേഷനിൽ പോലും അവിടെ വഴിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ മെട്രോയ്ക്ക് വേറെ ടിക്കറ്റ് എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ സ്മൂത്തായിരുന്നു കാര്യങ്ങൾ. അപ്പം ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയേ. ഇവിടെ പല ആൾക്കാരും ഡാൻസ് കളിക്കുന്നത്. ഇവിടെ നമുക്ക് ഡാൻസ് ഒന്നും വേണ്ട, വലിയ കുട മതിയായിരുന്നല്ലേ. അവൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട ഒരു ഇതാ. അകത്ത് കയറണമെങ്കിൽ പാസുണ്ട്, അകത്ത് കയറാം. ക്യൂ ഉണ്ടോ പാസിനുള്ള? അടിപൊളി. എല്ലാ ബ്രാൻഡിന്റെ ഉണ്ടല്ലോ. ഒറിജിനൽ വേണം. എന്തേ കൂടുതൽ ഒറിജിനലൊന്നും. ബാഗ് ഇവിടെ എനിക്ക് ഇത്ര വലിയ ബാഗ് വേണമെങ്കിൽ നോ പ്രോബ്ലം.
ഇറ്റലി ചെന്നാൽ അറിയാം അവിടുത്തെ പിസ്സ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇത് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിസ്സ മേടിച്ച്. പക്ഷേ നമ്മുടെ സാധാരണ നോർമൽ പോലെയല്ല, ഒരു ബണ്ണിനകത്ത് കുറച്ച് ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ വേറൊരു ടേസ്റ്റ്, നമ്മൾ കഴിക്കുന്ന പിസ്സയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല അതിന്. എങ്ങനെയുണ്ടോ? ബണ്ണിനകത്ത് എന്തൊക്കെയോ വെച്ചിട്ട് ഇത് പിടി ബാക്കിലോട്ട് കുറച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ ഇങ്ങനെ ഇത് കൊണ്ട് വെച്ചേക്കുന്നത്. എനിക്ക് കറുത്ത വാച്ച് മേടിച്ചോ? ഏതാ ഈ ബ്ലാക്ക് മേടിച്ചോ? അല്ല 1 ലക്ഷം 2 ലക്ഷമൊക്കെ കാണത്തുള്ളൂ. ഡാഷിൻ്റെ പരസ്യം നോക്ക്. ഞങ്ങൾ ആ സ്റ്റേഷനകത്തൊക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. കാരണം ഞങ്ങൾക്ക് വഴിയൊന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിൽ മെട്രോ ഉണ്ടല്ലോ, അല്ലാത്തുള്ള ട്രെയിനിൻ്റെ ഉണ്ട്, എല്ലാം കൂടെ കുഴഞ്ഞാണ് ആക്ച്വലി കിടക്കുന്നത്. അവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടില്ല, എവിടെയാണ് എന്താ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളോട് ചോദിക്കുക, ഇത് എവിടോട്ട് പോയെന്ന്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മളോട് ചോദിക്കുക. ആകെ കൺഫ്യൂഷൻ അടിച്ച് ഞങ്ങൾ ടൈമൊക്കെ ഒത്തിരി ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. അതും ഒരിടത്ത് ഇറങ്ങി അവിടുന്ന് തന്നെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് സിസ്റ്റം. അതിനൊക്കെ ഞങ്ങൾ ഇരുന്ന് തന്നെ വന്നിട്ടുണ്ട്, നിന്ന് വരേണ്ടി ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളൊക്കെ ഇടിച്ച് നിന്ന് വരത്തില്ല, അതേപോലെയാണ് വരുന്ന, സ്ഥലമൊന്നുമില്ല. ആകെ കൺഫ്യൂഷനായിട്ടും പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പിലെ ആൾക്കാരാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ പുറത്ത് നമ്മളിങ്ങനെ ലഗേജൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവർ നമ്മുടെ പുറകെ വന്നിട്ട് പൈസയൊക്കെ ചോദിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ പിന്നെ അങ്ങ് നിർത്തി. പിന്നെ ഞങ്ങൾ ആകെ വട്ടം ചുറ്റി നടന്നുകൊണ്ട് പിന്നെ അവിടെയൊക്കെ തിരക്കാനൊക്കെ പോയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോയിട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എന്താ, അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.